ഉത്തരേന്ത്യയിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് വീണ്ടും മലയാളിക്കെതിരെ കേസ്. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ പാസ്റ്റർ തോമസ് ജോർജിനെതിരെ രാജസ്ഥാൻ പോലീസാണ് കേസെടുത്തത്. രാജസ്ഥാൻ ദൌസയിലെ ആരാധനാലയം തകർക്കുമെന്ന് സംഘപരിവാർ ഭീഷണി മുഴക്കിയിരുന്നു എന്ന് തോമസ് ജോർജ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. 21 വർഷമായി രാജസ്ഥാനിലെ ദൌസയിൽ പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുകയാണ് തോമസ് ജോർജ്. ദൌസയിലെ ആരാധനാലയത്തിന് നേരെ സംഘപരിവാർ സംഘടനകളുടെ ഭീഷണി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5-ാം തീയതി ബജറംഗ് ദൾ ഹനുമാൻ സേനാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ JCBയുമായി പള്ളി തകർക്കാൻ ശ്രമം നടന്നു. അന്ന് പോലീസ് ഇടപെട്ട് ഇവരെ പിരിച്ചുവിടുകയായിരുന്നു. പിന്നീട് 15-ാം തീയതിയാണ് തോമസ് ജോർജിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നത്. മതസ്പർദ്ധ വളർത്തുക, മതവിശ്വാസത്തെ അപമാനിക്കുക, വിദ്വേഷ പ്രചരണം എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഏകദേശം 500ഓളം ആൾക്കാർ JCB ഒക്കെ ആയിട്ട് ചർച്ചയിക്കാൻ വേണ്ടി വന്ന വലിയ ബഹളമായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് വളരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ എൻ്റെ പേരിൽ വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞത്. കഴിഞ്ഞ 27-ാം തീയതി അതിൻ്റെ ഹിയറിംഗ് വെച്ചിരുന്നു. 27-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ അത് 1-ാം തീയതിക്ക് മാറ്റി. ഇന്ന് പിന്നെയും 4-ാം തീയതിക്ക് മാറ്റിയിരിക്കുകയാണ്. ഞാൻ വളരെ പ്രയാസത്തിലാണ്. അറസ്റ്റ് ചെയ്യുമെന്ന ഭീഷണിയുള്ളതിനാൽ മാറി നിൽക്കുകയാണ് തോമസ് ജോർജ്. മുൻകൂർ ജാമ്യാപേക്ഷ നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. മീഡിയ 1 ഇടുക്കി.